നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ കാണുന്നത് ആമസോണിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളും അതിൻ്റെ ലിങ്കും പ്രൈസും ഒക്കെയാണ്. ഇതിപ്പോൾ ചീക്കു ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി വാങ്ങിച്ച സാധനങ്ങളാണ്, പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ടൊക്കെ ഉള്ള സാധനങ്ങളാട്ടോ. അപ്പം നോക്കി നല്ലതാണെന്ന് ബോധ്യമുള്ള സാധനങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാണ്, ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല. ഒരു പ്രൊഡക്റ്റിൻ്റെയും പ്രൊമോഷൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഞാൻ ഇതിനു മുമ്പേ ആമസോണിൻ്റെ ഒക്കെ ഇതുപോലത്തെ വീഡിയോ ഇടുമ്പോഴും ഒരുപാട് പേർക്ക് ഹെൽപ്പായി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ, നല്ല തിരക്കുള്ള ഒരു സമയമാണിത്, എന്നാലും വീഡിയോ എടുക്കുകയാണ്. ലിങ്കുകളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങാമല്ലോ. ആദ്യം തന്നെ നമുക്കിതെടുക്കാം. ഇതിപ്പോൾ ബ്ലെൻഡറാണ് കേട്ടോ. മിക്സിക്ക് പകരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. മിക്സി കൊണ്ടുപോകേണ്ട ഒരുപാട് വെയിറ്റും ആയിരിക്കും. അപ്പോൾ ഇതാകുമ്പം അത്രയ്ക്ക് വെയിറ്റില്ല, എന്നാലും വെയിറ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ജ്യൂസ് അടിക്കാനും ഷേക്ക് അടിക്കാനും അത്യാവശ്യം ചട്നിയൊക്കെ അരയ്ക്കാനൊക്കെ പറ്റും. ഇത് ഞാൻ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയിട്ടില്ല. ചിക്കുവിൻ്റെ ഫ്രണ്ട് പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചത്. അവർ ജർമ്മനിയിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്, അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ജാറുണ്ട്. പിന്നെ വരുന്നത് ഇതുപോലെ ചട്നി അരയ്ക്കാനുള്ള ഒരു ജാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1599 രൂപയാണ്. നല്ല റേറ്റിൻ്റെ ഉണ്ട്. 4000, 5000, 6000 ഒക്കെ ഉണ്ട്. പക്ഷേ അത്രയും വേണ്ടല്ലോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വാങ്ങിച്ചു. അവിടെ ഹോസ്റ്റലിലാണ് താമസമെങ്കിലും ഫുഡൊക്കെ തന്നെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയേ പറ്റുള്ളൂ. അപ്പം അടുത്ത സാധനം എന്താ നോക്കാം. കുക്കറാണ് കേട്ടോ. ഈ കുക്കർ വാങ്ങിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നടുവിൽ ചെറിയൊരു കുഴിയായിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും അറിയുന്നതായിരിക്കാം, പക്ഷെ ഞാൻ ആദ്യമായിട്ട് വാങ്ങുക കേട്ടോ. ഇതിൽ നമ്മൾ എപ്പോഴും നമുക്കൊരു പ്രശ്നമാണ്, ചോറൊക്കെ വെക്കുന്ന സമയത്ത് പ്രഷർ വരുന്ന സമയത്ത് എല്ലാം കൂടെ ചീന്ന് പറഞ്ഞ് ഓവർഫ്ലോ ആവും അല്ലേ. അപ്പോൾ ഇത് ഇവിടെ കുറച്ച് ഇങ്ങനെ തങ്ങി നിൽക്കും. അതുകൊണ്ട് ഫ്ലെയിമിലേക്കൊന്നും വീഴില്ല, കുറച്ചുകൂടെ സേഫാണ്, ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. നല്ല സംഭവമാണെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് വാങ്ങിച്ചതാട്ടോ. ഇത് കുറേ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചതാണ് ഇത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2231 ആണ്. നിങ്ങൾ നോക്കുന്ന സമയത്ത് ചിലപ്പം റേറ്റ് വേരി ചെയ്യുമായിരിക്കും. അതെല്ലാ പ്രോഡക്റ്റിനും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരേ റേറ്റിൽ തന്നെ ആയിരിക്കില്ല. ചില സമയത്ത് റേറ്റ് കുറഞ്ഞും ചില സമയത്ത് റേറ്റ് കൂടിയൊക്കെ ഇരിക്കും. 2 ലിറ്ററിൻ്റെയാണ് കേട്ടോ വാങ്ങിച്ചത്. മതിയല്ലോ ഒരാൾക്ക്, 2 ലിറ്റർ തന്നെ ധാരാളമാണ്. ഇനി അടുത്ത സാധനം ഒരു കുഞ്ഞ് ഫ്ലാസ്ക് ആണ് കേട്ടോ. കോളേജിലൊക്കെ പോകുന്ന സമയത്ത് കോഫി ഉണ്ടാക്കി കൊണ്ടുപോകാനാണ്. ബോറോസിലിൻ്റെ ആണ് കേട്ടോ. ഇത് ഇങ്ങനെ തുറക്കാം, എന്നിട്ട് ഇങ്ങനെ കുടിക്കാം. നല്ല ഭംഗിയില്ല, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലാസ്ക് ആണ്. കാണാനും നല്ല ഭംഗിയുണ്ട്. ഇതൊരു വെള്ളമൊക്കെ ഒഴിച്ച് നോക്കി, ചൂടുവെള്ളം ഒരു 8 മണിക്കൂറൊക്കെ നിൽക്കും. ഒരു തണുത്ത വെള്ളമാണെന്നുണ്ടെങ്കിൽ 12 മണിക്കൂർ നിൽക്കും എന്നാണ് പറയുന്നത്. തണുത്ത വെള്ളമൊന്നും ഒഴിച്ച് നോക്കിയില്ല, എന്നാലും അത്രയൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയമൊക്കെ വെച്ച് നോക്കിയപ്പം ചൂടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ലീക്ക് ആവുന്നില്ല, അത് മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മൾ ക്യാരി ചെയ്യുന്ന സമയത്ത് ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇതിന് മുമ്പ് ആദ്യം വേറൊരു ഫ്ലാസ്ക് വാങ്ങിച്ചു, അത് ലീക്കായിട്ട് റിട്ടേൺ ചെയ്തിട്ട് ഇത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 658 ആണ് കേട്ടോ. 300 ml കൊള്ളും. ഓഫീസിലേക്കൊക്കെ പോകുന്ന സമയത്ത് കോഫിയൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടാം. ഇനി അടുത്ത സാധനം എന്ന് പറയുന്നത് അതിനുപോലെ തന്നെ കോഫിയുടെ മഗ്ഗാണ് കേട്ടോ. നല്ല ടൈറ്റ് ആയിട്ടുള്ള അടപ്പാണ് കേട്ടോ. നമ്മൾ കോഫിയൊക്കെ എടുത്ത് അടച്ച് വെക്കാം. പുറമേ പ്ലാസ്റ്റിക് ആണ്, അകത്ത് സ്റ്റീലാണ്. ഇതാണ് കുറച്ചും കൂടെ പിടിക്കാനൊക്കെ നല്ല പിടിയൊക്കെയാണ്. മാക്സിമം വെയിറ്റ് കുറഞ്ഞ ഒരു കപ്പ് നോക്കി വാങ്ങിച്ചത്. നമ്മൾക്ക് ഇവിടെ ഉള്ള കുട അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഉള്ളവർ, കുട വാങ്ങിക്കുന്ന സമയത്ത് നല്ല വിൻഡ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കുട വാങ്ങിക്കണം. ഭയങ്കര കാറ്റായിരിക്കുമല്ലോ. ഇപ്പോൾ 5 ഫോൾഡ് കുടയൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ മേലോട്ട് പറന്നു പോയിട്ട് കാറ്റത്ത് മഴയത്തും ഒക്കെ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നല്ല വിൻഡ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കുട നോക്കി വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല ഒരുപാട് വലുപ്പമില്ല കേട്ടോ. നമ്മൾ പണ്ടത്തെ 2 ഫോൾഡ് കുട പോലെ അങ്ങനെ ഭയങ്കര തോക്ക് പോലെ ഇല്ല. ഇത് കൊള്ളാം, കാണാൻ നല്ല ക്യൂട്ടാണ്. ബ്ലൂ കളർ കുടയാണ്. നല്ല ഉറപ്പുണ്ട് കേട്ടോ. പൊളിയല്ലേ. നമുക്കിവിടെ പണ്ട് സ്വിച്ച് ഇട്ടാൽ തുറക്കുന്നതായിരുന്നു, അടയില്ലായിരുന്നു. അടയ്ക്കണമെങ്കിൽ പിടിച്ച് വലിച്ച് അടയ്ക്കണമായിരുന്നു. പക്ഷേ ഇത് സ്വിച്ച് ഇട്ടാൽ തന്നെ അടയ്ക്കും. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് ആണെങ്കിലും ഞാൻ വിചാരിച്ചാൽ നല്ല റേറ്റ് ഉണ്ടാവുന്നു, 479. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയൊക്കെ കുട വാങ്ങിക്കുന്നതിന് കഴിഞ്ഞും റേറ്റ് കുറവാണ്. ഇതിൻ്റെ മെറ്റീരിയലൊക്കെ നല്ല മെറ്റീരിയൽ കേട്ടോ. നല്ല ക്ലോത്ത്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇത് തോന്നുന്നുണ്ട്. നമുക്കിത് അടയ്ക്കാൻ അങ്ങനെ അടയ്ക്കാം. പിന്നെ ഒരു പ്രശ്നം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതുകൊണ്ട് ഇങ്ങനെ തുറന്നു, നമ്മളിങ്ങനെ കുടയൊക്കെ പിടിച്ച് പോവുകയാണ്, അറിയാണ്ട് ഇങ്ങനെ ഞെക്കിപ്പോയി ഇങ്ങനെ അടഞ്ഞു പോയാൽ പിന്നെ പ്രസ് ചെയ്താൽ തുറക്കില്ല. പിന്നെ നമ്മൾ പൂട്ടിയാലേ തുറക്കുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സമയത്ത് നമ്മൾ മഴയൊക്കെ കൊള്ളേണ്ടി വരും ചിലപ്പോൾ. പക്ഷെ എന്നാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു
കുടയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് തുറക്കാനും ബസ്സിലേക്ക് കയറുന്ന സമയത്ത് പെട്ടെന്ന് അടയ്ക്കാനും ഒക്കെ പറ്റുമല്ലോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം. ഞാൻ ആദ്യമായിട്ട് കാണാം ഇങ്ങനെ ഒരു കുട. അപ്പോൾ എല്ലാവർക്കും ഹെൽപ്പ് ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു കുട കുറഞ്ഞ റേറ്റും അല്ലേ ഉള്ളൂ. ഇനി അടുത്തത് ഒരു ബോട്ടിലാണ്, വാട്ടർ ബോട്ടിലാണ്. ഇത് റൂമിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. വേണമെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 അടപ്പുണ്ട്. സാധാരണ നമുക്ക് ചിലപ്പം ഈ അടപ്പ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഈ അടപ്പ് മാത്രമായിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ ചിലർക്കൊക്കെ വെള്ളം കുടിക്കാനായിട്ട് ഇതുപോലത്തെ അടപ്പുണ്ടെങ്കിലായിരിക്കും ഇഷ്ടം, എസ്പെഷ്യലി ചിക്കുനെ പോലുള്ളവർക്ക്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 339 ആണ്. 1 ലിറ്റർ വരുന്ന ബോട്ടിലാണ്. ഇനിയാണ് എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സംഭവം കേട്ടോ. ഇത് പറയാൻ പറ്റുമോ ഇതെന്താ സാധനം ഒന്ന്? തുറക്കുന്നതിന് മുമ്പേ പറയണം. ഇത് വാട്ടർ ഫ്ലോസറാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ പല്ല് ക്ലീൻ ആക്കാനായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പല്ല് തേക്കുന്നതിലും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം. ഇതുണ്ടെങ്കിൽ നമുക്ക് ഡെന്റിസ്റ്റിനെ കാണേണ്ടി വരികയില്ല എന്നാണ് എൻ്റെ അടുത്ത് എൻ്റെ ഡെന്റിസ്റ്റ് പറഞ്ഞത്. അപ്പോൾ അന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം കേട്ടോ. ഇത് വൈറ്റ് കളറായിരുന്നു. ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പല്ലിനൊക്കെ തുളയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇടയ്ക്ക് ഗ്യാപ്പിലൊക്കെ നമ്മൾ ഫുഡൊക്കെ കയറിയിട്ടുണ്ട്, ക്യാവിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് വെള്ളം സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും നമ്മുടെ പല്ലിന് കേടുവരില്ല. അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെ ഒരെണ്ണം വാങ്ങിച്ചാൽ ചിക്കു പോകുന്ന സമയത്ത് കൊടുത്തുവിടാൻ. എന്താണെന്ന് വെച്ചാൽ ചിക്കുവിനും ഉണ്ട് ഇതുപോലെ പല്ലിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നം. എല്ലാവർക്കും ഉണ്ട്. പല്ലിന് പ്രശ്നമില്ലാത്തവരാരും ഇല്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ ഒരു പ്രശ്നം? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ. രാവിലെ ഞാൻ പല്ല് തേക്കുക ചെയ്യുക, രാത്രി ഇത് ചെയ്തിട്ട് കിടക്കുക. അപ്പോൾ നല്ല ക്ലീൻ ആയിരിക്കും. നമുക്ക് ശരിക്കും മനസ്സിലാവും എത്ര ബ്രഷ് കൊണ്ട് തേച്ചാലും പോകാത്ത സംഭവങ്ങളൊക്കെ ഇത് വെച്ച് വെള്ളം അടിച്ച് കഴുകുമ്പോൾ പോകും. പക്ഷെ ഇച്ചിരി കോസ്റ്റ്ലി ആണ്. പക്ഷെ കുറേ കാലമായി ഞാനിത് വാങ്ങിച്ചിട്ട് ഒരു 2 വർഷത്തോളമായിട്ടായി ഇത് വാങ്ങിച്ചിട്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1998. ഇത് വാങ്ങിച്ച സമയത്ത് അതിലും ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആ സമയത്ത് അവൈലബിൾ ആയിരിക്കുമോ എന്നൊന്നും അറിയില്ല. ഉണ്ടെങ്കിൽ വേണമെങ്കിൽ വാങ്ങിക്കാമല്ലോ. പിന്നെ ഇത് ചാർജ് ചെയ്യണം കേട്ടോ. ചാർജ് പോകും, പക്ഷെ കുറേ ദിവസം നിൽക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്നും ചാർജ് ചെയ്യേണ്ടി വരില്ല. കുറേ ദിവസം നിൽക്കും. എന്നിട്ട് ചാർജ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ സാധാരണ ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്നൊക്കെ ഉണ്ട്. ഇതിങ്ങനെ തുറക്കുക, എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളം നിറയ്ക്കുക, എന്നിട്ട് നല്ല ശക്തിയിൽ വരും. നല്ലൊരു സംഭവം കേട്ടോ. അതുപോലെ ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പം ഇനി അടുത്ത സംഭവം എന്ന് പറയുന്നത് ഇതാണ് വൈഫൈ റൂട്ടർ. നമുക്കിപ്പം വീട്ടിലൊക്കെ താഴെ വൈഫൈ ഉണ്ട്, മേലെ വൈഫൈ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു റൂട്ടർ വാങ്ങിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇത് ചിക്കുവിന് അവിടെ ലാൻഡ് കണക്ഷനേ ഉള്ളൂ, വൈഫൈ ഇല്ല. അപ്പോൾ ഇതെന്തായാലും കൊണ്ടു ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഇതിങ്ങനെ മേലോട്ടാക്കിയിട്ട് ഒന്ന് തിരിച്ചിട്ട് പൊക്കി വെക്കാം. അപ്പോൾ ഇതാണ് വൈഫൈ റൂട്ടർ. ലാൻഡ് കണക്ഷൻ വൈഫൈ ആക്കി യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1099 ആണ് കേട്ടോ. പല റേറ്റിൻ്റെ ഉണ്ട്, നല്ല കൂടിയ റേറ്റിൻ്റെ ഒക്കെ ഉണ്ട്. ഇത് മതിയല്ലോ, അത് കുഴപ്പമൊന്നുമില്ല. നല്ല റിവ്യൂ ഒക്കെ കണ്ടതുകൊണ്ട് വാങ്ങിച്ചതാണ്. വർക്ക് ചെയ്യിപ്പിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ജർമ്മനിയിലത്തെ ഒരു കുട്ടി പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്, അവരവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇത് തന്നെ മതിയല്ലോ. പിന്നെ അടുത്തത് ഹെഡ്സെറ്റാണ് കേട്ടോ. നല്ല ഹെഡ്സെറ്റാണ്. ചിക്കു യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ അത് കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തന്നെ ഒന്ന് പുതിയത് വാങ്ങിച്ചതാണ്. ഇതിന് റേറ്റ് വരുന്നത് 998 ആണ്. ഇനി അടുത്തത് ഡബിൾ കളറിലുള്ള കിച്ചൺ ടവലാണ്. 10 എണ്ണമുള്ള സെറ്റാണ്. നമുക്ക് റീയൂസബിൾ ആണ്, വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. പക്ഷെ നല്ല സംഭവമാട്ടോ. ഞാൻ 2 എണ്ണം എടുത്ത് യൂസ് ചെയ്തു. ഇവിടെ ഇത് ചിക്കുവിന് ഇത് മുഴുവനൊന്നും വേണ്ട, ഒരു 3-4 എണ്ണം കൊടുത്തു വിട്ടാൽ മതിയല്ലോ. ബാക്കി ഇവിടെ യൂസ് ചെയ്യാമല്ലോ. വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർബ് ആവുന്നുണ്ട്. നമുക്ക് പിഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് നന്നായിട്ട് പോകുന്നുണ്ട്, ഡ്രൈ ആവുന്നുണ്ട്. ഇതിൻ്റെ പല ഡിസൈൻസ് ഉണ്ട്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഈ ഒരു ഡിസൈൻ ഇല്ല, വേറെ പിന്നെ നല്ല നല്ല ഡിസൈൻസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങിച്ചാൽ മതി. ഇനി അതുപോലെ തന്നെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഇതിപ്പം മിക്കവാറും എല്ലാ വീടുകളിലുള്ള ഒരു സംഭവമാണെന്നാണ് തോന്നുന്നത്. എൻ്റെ അടുത്ത് കുറേ ആയിട്ടുണ്ട്. ഇതിൻ്റെ ചെറുതാണുള്ളത്. ഇതിങ്ങനെ വെച്ച് നമുക്ക് അപ്പച്ചമ്പിലൊക്കെ വെച്ച് ആവി കയറ്റിയെടുക്കാം. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള, എല്ലാ അടുക്കളയിലേക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഞാൻ നേരത്തെ വാങ്ങിച്ചത് കുറച്ച് ചെറുതായിരുന്നു, അപ്പോൾ കുറച്ച് കൂടുതൽ വലുത് വാങ്ങിച്ചത്. പക്ഷേ ചിക്കുവിന് ഇപ്പോൾ ഇത്ര വലുത് വേണ്ട, ചെറുത് മതി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളത് എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യും. അപ്പോൾ എനിക്കൊരു വലിയ ഇത് കിട്ടി. ഇത് പല കൺട്രികളിലേക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള യൂണിവേഴ്സൽ അഡാപ്റ്ററാണ് കേട്ടോ. ഇത് പിന്നെ എല്ലാവർക്കും ഒന്നും ആവശ്യമില്ല, പുറത്തൊക്കെ പോകുന്നവർക്ക് മാത്രം ആവശ്യമുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ പ്ലഗ് പോലെ ആയിരിക്കില്ല അവിടുത്തെ പല രാജ്യങ്ങളിലെയും പ്ലഗ്. അറിയാലോ, പുറത്തോട്ട് പോകുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അപ്പം പിന്നെ നമുക്ക് നമ്മുടെ കൊണ്ടുപോയിട്ടുള്ള ലാപ്ടോപ്പിൻ്റെ ആയാലും ബാക്കിയുള്ള എന്ത് സാധനത്തിൻ്റെ ആണെങ്കിലും പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവമാണിത്. നമ്മുടെ 3 പിന്നൊക്കെ പോലത്തെ ഒരു സംഭവം. ഇത് യൂട്യൂബേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ. അത് കോഡ്ലെസ് മൈക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന റോഡിൻ്റെ ആണ്. ഇത്
ഇതിന് 30,000 അങ്ങോട്ടാണ് ഇതിൻ്റെ റേറ്റ് വന്നിരുന്നത്. പക്ഷേ ഇപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 2,299. ചിക്കു ഇപ്പം ഒരെണ്ണം വാങ്ങിച്ചതാണ് ചിക്കുവിന് കൊണ്ടുപോകാനായിട്ട്. കാരണം അവിടെ ചെന്നിട്ട് എടുക്കുമോ ഇല്ലയോ ഒന്നും അറിയില്ല. എന്നാൽ പോലും ആവശ്യം വന്നിട്ട് ഇല്ലാന്നുണ്ടായി പോണ്ടെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. ചിക്കു ഒരു യൂട്യൂബർ ആണല്ലോ. നല്ല ക്യൂട്ടാണ്, പോർട്ടബിൾ ആണ്, നമുക്ക് കൊണ്ടു നടക്കാൻ നല്ല സൗകര്യമാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ റോഡിലൊക്കെ കൊണ്ടു നടക്കും എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് അതിൻ്റെ തന്നെ എല്ലാം വലിയൊരു ബാഗ് ഉണ്ട്, എല്ലാം ചാർജ് ചെയ്യാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഇത് ചാർജ് ചെയ്യാനായിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ചാൽ മതി. ഇയർപോഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ അതേപോലെ. എത്ര കാലം നിൽക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ, കാരണം നമ്മൾ ആദ്യമായിട്ട് ഇത് വാങ്ങിക്കുന്നതാണ്. പക്ഷേ നല്ല റിവ്യൂ ഉണ്ട്, ഒരുപാട് പേര് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് വാങ്ങിച്ചതാണേ. നമുക്ക് ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകാം. പിന്നെ അതേപോലെ തന്നെ യൂട്യൂബേഴ്സിന് മാത്രമല്ല എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് അല്ലേ. ഫയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ലാപ്ടോപ്പിലൊക്കെ കമ്പ്യൂട്ടറിലാണെങ്കിലൊക്കെ ഒരുപാട് കഴിയുമ്പോഴത്തേക്കും ഫുള്ള് നിറഞ്ഞ് ഇതാവില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ള ഫയൽസ് വേറൊരു മീഡിയത്തിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആണിത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 4,659 ആണ്. 1.5 TB ആണ്. ഇപ്പം നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത് 7ാമത്തെ സാധനമാണ് കേട്ടോ. അത് എൻ്റെ മേലെ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സൈറ്റാട്ടൻ. എല്ലാം നല്ലത് തന്നെയാണ്, ഇപ്പോഴും നല്ലതായിട്ട് തന്നെ ഇരിപ്പുണ്ട്. കാരണം വെച്ചാൽ ഒരുപാട് ഫയൽസ് ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് കുറച്ചായില്ലേ, അപ്പം എല്ലാ വീഡിയോസൊന്നും കളയാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല പേഴ്സണൽ ആയിട്ടുള്ള കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാത്ത ഡോക്യുമെൻറ്റ്സ് ഫയൽ ചെയ്ത് വെക്കാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരെണ്ണം കൂടെ വാങ്ങിച്ച് ചിക്കുവിന് കൊടുത്തു വിടുകയാണ്. ചെറുതാണ്, നല്ല പോർട്ടബിൾ ആണ്, കൊണ്ട് നടക്കാനും സൗകര്യമാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു സംഭവം. അടുത്തത് ഇതും യൂട്യൂബേഴ്സിന് ആവശ്യമുള്ള സാധനമാണ്. ട്രൈപോഡാണ്. ഫോണൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കാനായിട്ട്. ചിക്കുവിന് ഡാൻസ് ആണല്ലോ മെയിനായിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യം. അവിടെ ചെന്ന് കഴിയുമ്പോഴും അത് തുടരണമെന്നാണ് ആഗ്രഹം. ചിക്കു വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യണമെന്നൊക്കെയാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അവിടെ ചെന്നിട്ട് എന്താണെന്നറിയില്ല. ഈ ഒരു സൈസിൽ യൂസ് ചെയ്യാം. 133 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, യൂട്യൂബേഴ്സിനൊക്കെ അറിയായിരിക്കും. നല്ല പ്രോഡക്റ്റ് ആണ്. ഇതേ സാധനം തന്നെയാണ് ഞങ്ങൾ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തന്നെ ഒരു പ്രോഡക്റ്റും കൂടെ വാങ്ങിച്ചതാണ് ചിക്കുവിന് കൊടുത്തു വിടാനായിട്ട്. വെയിറ്റ്ലെസ് ആണ്, വലിയ വെയിറ്റ് ഇല്ല, എന്നാൽ ഉറപ്പുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 799 ആണ് കേട്ടോ. 800 രൂപ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയാനുള്ളതാ. ഇതെന്തായിരിക്കും? എന്തെങ്കിലും ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? വലിയ സംഭവമാണ് ഇത്. എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല. ചിക്കുവിന് കൊണ്ടുപോകാനുള്ള പെട്ടിയാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ തൊട്ട് ചെറുതാണിത്. അതും കൂടെ എടുത്ത് കാണിച്ചു തരാം. അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ ട്രോളി ബാഗാണ് ഇത്. 3.8 kg വെയിറ്റ് വരുന്ന പെട്ടിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോകുന്ന സമയത്ത് വെയിറ്റ് ഒരു പ്രശ്നമാണല്ലോ. അധികം വെയിറ്റ് എടുക്കാൻ പറ്റില്ല, കാരണം സാധനങ്ങൾ അത്രയും അധികം കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ പെട്ടിയുടെ വെയിറ്റ് മാക്സിമം കുറയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് ഭയങ്കര വെയിറ്റ് ഇല്ല, എന്നാൽ നല്ല ഉറപ്പുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലത്തെ പെട്ടി വാങ്ങിക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സ്ക്രാച്ച് വരും അല്ലേ. പക്ഷേ ഇത് സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ അറിയില്ല സ്ക്രാച്ച് വരുമോ ഇല്ലയോ എന്ന്. എന്നാലും നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മളിത് കിടത്തിയൊക്കെ ആണല്ലോ ഇടുക. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഡിസൈൻ ഉള്ളതുകൊണ്ട് ഈ ഒരു സ്ക്രാച്ച് ഉണ്ടെങ്കിൽ പോലും നമ്മളത് അറിയില്ല. പലപ്പോഴും ഇതിന് മുമ്പ് നമ്മൾ വാങ്ങിച്ച പെട്ടി ഇതേപോലെ തന്നെ ഇങ്ങനെ ട്രെയിനിലൊക്കെ അടിയിൽ വെച്ചിട്ടൊക്കെ ഫ്ലൈറ്റിലാണെങ്കിലും പോകുമ്പോഴും ഒക്കെ എടുത്ത് വലിച്ചൊക്കെ എറിഞ്ഞിട്ടൊക്കെ സ്ക്രാച്ച് ഫുള്ള് വന്ന് വൃത്തികേടാവും. നമ്മൾ ആദ്യം വാങ്ങിക്കുന്ന ആ ഒരു ഭംഗിയൊന്നും പിന്നെ കാണൂല. പക്ഷേ ഇത് അങ്ങനെ വരില്ല കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ഗ്രൂസ് ഉണ്ട്. ഇതേപോലെ തന്നെയാണ് കേട്ടോ ബാക്കും. അതേപോലെ തന്നെ അതിൻ്റെ തന്നെ ചെറിയ പെട്ടിയാണ്. ഇത് 77 സെന്റിമീറ്ററും 67 സെന്റിമീറ്ററും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വലുതിന് 6,455 ആണ്, ചെറുതിന് 5,479 ആണ് കേട്ടോ. ഏകദേശം ഒരു 1000 രൂപീസിൻ്റെ ഒക്കെ വ്യത്യാസം വരുന്നുള്ളൂ. നല്ല സ്മൂത്താണ്, ഡബിൾ വീലാണ്. ആമസോണിൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്ന സമയത്ത് ചിലർ പറയാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഈ ആമസോണിനെയൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത്, ചെറുകിട കച്ചവടക്കാരുണ്ടല്ലോ എന്നൊക്കെ. പക്ഷേ ശരി തന്നെയാണ്. നമുക്ക് പക്ഷേ റേറ്റ് കുറഞ്ഞ് കിട്ടുന്നുണ്ട്. നമ്മുടെ ഷോപ്പിൽ പോയി വാങ്ങിക്കുന്ന സമയത്ത് ഓൺലൈനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓൺലൈനിൽ തന്നെ ഓർഡർ ചെയ്തതാണ്. നമ്മൾ കഴിയുന്നത് നമ്മുടെ ചിലവ് ചുരുക്കാൻ തന്നെയല്ലേ നോക്കുള്ളൂ. പിന്നെ ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട്. നമ്മൾ തപ്പി നടക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ എത്തിച്ചു തരും. പിന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ റിട്ടേണും ചെയ്യാം. അതാണ് എനിക്ക് ഏറ്റവും അധികം. നമ്മൾ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ച് റിട്ടേൺ ചെയ്യാൻ കൊണ്ടു ചെല്ലുമ്പം ചിലപ്പോൾ എടുക്കുമായിരിക്കും. പക്ഷേ എന്നാലും നമ്മളത് കൊണ്ടു ചെല്ലുന്നത് നമ്മുടെ മെനക്കേട്. അതുമാത്രമല്ല അവരെടുക്കണമെന്നുമില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ആമസോണിൽ പർച്ചേസ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് ചെറുകിട കച്ചവടക്കാരുടെ കച്ചവടം പൂട്ടിക്കാനൊന്നുമല്ല. അവിടുന്ന് ഇഷ്ടംപോലെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാതെ ഇത് മാത്രമൊന്നുമല്ല നമ്മൾ വാങ്ങിച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മൾ പുറത്ത് പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ, കാരണം ലിങ്ക് ഒന്നും തരാൻ പറ്റില്ല. ഞാനൊരു വീഡിയോ ഇടുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഉണ്ടാവണം അല്ലേ. അപ്പോൾ ഇത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലിങ്കിൽ കയറി പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മാത്രമായിട്ട് കാണിച്ചത്. പാക്കിങ്ങിൻ്റെ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല, കാരണം
നല്ല തിരക്കാണ്, ആകപ്പാടെ മൈൻഡൊക്കെ ഒരു അത്ര നല്ല ഇതിലൊന്നും അല്ല ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, മാക്സിമം എടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ സാധനങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.